ഗുഡ് ഈവനിങ്. MAPC സൈക്കോളജി ഫസ്റ്റ് ഇയർ ഓറിയൻറ്റേഷൻ സെഷനിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് ഫുഹാദ് PK. ഞാൻ കീശ്ശേരി റീജിയണൽ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. സൈക്കോളജിക്ക് പുറമെ സോഷ്യോളജിയിലും ഹിസ്റ്ററിയിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ട്. 3 PG ഞാൻ ഇഗ്നോയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഈസി മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ, എങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇഗ്നോ ഫസ്റ്റ് ഇയർ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പഠിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് PG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും ആഗ്രഹം PG കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലല്ലോ, ഒരു ഉയർന്ന പൊസിഷനിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് PG കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ തന്നെ UGC നെറ്റ് കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഇഗ്നോയുടെ മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഓരോ മെറ്റീരിയലും ഇപ്പോൾ MPC 001 മുതൽ 6 വരെയുള്ള എല്ലാ മെറ്റീരിയലും നോക്കുകയാണെങ്കിലും എല്ലാം ബൾക്കിയാണ്. ഒരു 500 പേജ് MPC 001, 2, 3, 4, 5, 6 എല്ലാം 500 പേജ് ഉണ്ട്. അപ്പോൾ അത്രയും അധികം കണ്ടൻറ്റ് നമ്മൾ വായിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലോ. നിങ്ങൾക്ക് ഈ വർഷം ഫസ്റ്റ് ഇയർ ഒരു വർഷം തന്നെ സമയം കിട്ടിയാൽ പോലും ഈ 6 പുസ്തകവും വായിച്ച് തീർക്കുക പോസിബിൾ അല്ല. മാത്രമല്ല ഇഗ്നോയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ടഫാണ് വായിച്ചെടുക്കാൻ. സാധാരണ നമ്മൾ പത്രം വായിക്കുന്ന പോലെ അത് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റാണ്. അതിൽ നല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് എഴുതിയിട്ടുള്ള ബുക്കാണ്, ക്വാളിറ്റി ഉള്ളതാണ്. ആ മെറ്റീരിയൽ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ നെറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇഗ്നോയുടെ മെറ്റീരിയൽ വെച്ചിട്ട്. ഇന്നും ഇഗ്നോ നെറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെറ്റീരിയലായിട്ട് ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നൊരു പുസ്തകമാണ് നിങ്ങളുടെ MAPC സൈക്കോളജിയുടെ പുസ്തകം, എസ്പെഷ്യലി ഫസ്റ്റ് ഇയറിൻ്റെ പുസ്തകം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും അധികം ബൾക്കായിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ലത് ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇനി സൈക്കോളജിയിൽ അതിനെ 5 സ്റ്റെപ്പ് ഫോർമുല എന്നാണ് പറയാം. അതൊരു മെത്തേഡാണ്, സാധാരണ എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. സാധാരണഗതിയിൽ ഡിസ്റ്റൻസായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുവിധ ആളുകളും പ്രിഫർ ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ 5 സ്റ്റെപ്പ് ഫോർമുല എന്ന് പറഞ്ഞത്. 5 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് അനലൈസ്, സെക്കൻഡ് ഡിസ്കവർ, 3ാമത്തെ സ്റ്റഡി, 4ാമത്തെ റീഡ്, 5ാമത്തെ റൈറ്റ്. ഈ 5 സ്റ്റേജുകളിലൂടെ പ്രോപ്പറായിട്ട് നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിലേതെങ്കിലും ഒരു ഭാഗം മിസ്സായി കഴിഞ്ഞാൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറയുന്ന ഈ റൈറ്റ് എന്ന് പറഞ്ഞ ഭാഗം മാത്രം ക്ലിയർ ചെയ്യുന്ന ഏകദേശം നമുക്കൊരു 50%, 60% മാർക്കിൻ്റെ വ്യത്യാസം വരും റൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റേജില്ലെങ്കിൽ. റീഡ് എന്ന് പറഞ്ഞ സ്റ്റേജില്ലെങ്കിൽ നമുക്ക് മാർക്കിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഇത്രയും ബൾക്കി മെറ്റീരിയൽസ് നമ്മൾ പഠിക്കുന്നതിന് പകരം കഴിഞ്ഞൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ, 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 20 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. ഓരോ വർഷവും 2 എക്സാം നടക്കുന്നുണ്ട്. ജൂണിലൊരു എക്സാം നടക്കുന്നുണ്ട്, ഡിസംബറിലൊരു എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ജൂണിലെയും ഡിസംബറിലെയും ക്വസ്റ്റ്യൻസ് ഓരോ വർഷത്തെയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ചോദിക്കാം. അപ്പോൾ അതിലിപ്പോൾ നമുക്കൊരു 500 ഒരു വർഷം നമുക്ക് 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഒരു എക്സാമിന്. അപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ 10 വർഷം എന്ന് പറഞ്ഞാൽ 200 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ 200 ക്വസ്റ്റ്യൻസ് നമ്മൾ സോർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു 50 അല്ലെങ്കിൽ 40 to 50 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ആയിട്ട് കാണുന്ന ഒരു 40 to 50 ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 70 to 80% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ബൾക്കി ഇത്രയും കണ്ടൻറ്റ് വിശദമായിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് 10 വർഷത്തെ 200 ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 40-50 ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യമായിട്ട് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ട് ബേസിക്കായിട്ട് ഒരു 40-45 ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് ഭാഗം.
ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം സെലക്ട് ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്കതിൻ്റെ സക്സസ്ഫുൾ ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം സെലക്ട് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ ഇഗ്നോയുടെ മെറ്റീരിയൽ എടുക്കുക. മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ യൂണിറ്റ് വൈസ് നോക്കിയിട്ട് ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ നമ്മൾ ആ ഭാഗം മാർക്ക് ചെയ്യാം. അതിനുശേഷം അതാണ് ഡിസ്കവർ എന്ന് പറഞ്ഞ ഭാഗം. മൂന്നാമത്തെ സ്റ്റഡി. നമ്മൾ ഈ ടെക്സ്റ്റിൽ പല ഭാഗങ്ങളും നമ്മൾ മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നതാണ് സ്റ്റഡി എന്ന് പറഞ്ഞ ഭാഗത്തിൽ വരുന്നത്. പിന്നെ അടുത്താണ് റീഡ് എന്ന് പറഞ്ഞത്. റീഡ് എന്ന് പറഞ്ഞാൽ റിവിഷനെയാണ് റീഡ് എന്ന് പറയാം. നമ്മൾ ഈ പഠിച്ച സാധനം എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒരു 15 മിനിറ്റ് ഒന്ന് വായിച്ച് നോക്കുന്നതിനാണ് റീഡ് എന്ന് പറയാം. ഏറ്റവും അവസാനത്തെ സ്റ്റേജ് റൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റേജാണ്. പല ആളുകളും ഇപ്പോൾ കഴിഞ്ഞ വർഷവും നമ്മൾ ക്രാഷ് കോഴ്സ് കൊടുത്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 70% ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച ചോദ്യങ്ങളിൽ നിന്ന് 70% ക്വസ്റ്റ്യൻസ് വരും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ 100% ക്വസ്റ്റ്യൻസും നമ്മൾ പഠിപ്പിച്ച മെറ്റീരിയൽ തന്നെയായിരുന്നു വന്നിരുന്നത്. പക്ഷേ ചില കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ദിവസവും ഓരോ ടാസ്ക് നിങ്ങൾക്ക് തരും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ടാസ്ക് ഉണ്ടാവും. അപ്പോൾ ആ ടാസ്ക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയിട്ട് എനിക്ക് അയക്കണം. അപ്പോൾ പല ആളുകളും എന്ത് ചെയ്യില്ല, ക്ലാസ് കേട്ടു വായിച്ചു പക്ഷേ എഴുതി അയച്ചില്ല. എഴുതി അയക്കാത്തത് കാരണം എന്ത് സംഭവിച്ചു, പല ആളുകൾക്ക് മാർക്ക് കുറയാൻ കാരണമായി. എല്ലാ ചോദ്യങ്ങളും അവർ ഫെമിലിയർ ആയിരുന്നു, അവർക്ക് അറിയാമായിരുന്നു, പക്ഷേ എഴുതാൻ കഴിഞ്ഞില്ല. കാരണം നമുക്ക് എല്ലാം essay ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഈ ഇഗ്നോയുടെ നമ്മുടെ എക്സാം ഇപ്പോൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ essay ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 പേജോ അല്ലെങ്കിൽ 4 പേജൊക്കെ നമുക്ക് എഴുതേണ്ടി വരും. 4 പേജ് നമുക്കൊരു ടോപ്പിക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതി പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് കൃത്യമായിട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് എന്ത് ചെയ്യില്ല, നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 5 സ്റ്റേജ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഏത് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. അനലൈസ്, ഡിസ്കവർ, സ്റ്റഡി, റീഡ്, റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഓറിയൻറ്റേഷൻ സെഷൻ വെക്കുന്നത്. ഈ ക്രാഷ് കോഴ്സ് നിങ്ങളെ സഹായിക്കുന്നത് ഇതിൽ വേണ്ട ഈ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഇത്രയും 200 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഈ 200 ക്വസ്റ്റ്യനിൽ നിന്ന് പ്രധാനപ്പെട്ട 40 ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്തെടുത്ത് അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നത് മാസങ്ങളോളം 3, 4, 5 മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതിനൊരുപാട് സമയം എന്ത് ചെയ്യണം, കൺസ്യൂം ചെയ്യണം. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ഒന്നുമില്ല, അത് പഠിച്ചാലാണല്ലോ നമുക്ക് മാർക്ക് കിട്ടുക. അപ്പോൾ അനലൈസ് ആൻഡ് ഡിസ്കവർ എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെയ്തു തരും. അതായത് കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ നോട്ട്സ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു, അത് നിങ്ങളെ മുമ്പിൽ എന്ത് ചെയ്യും, കൊടുക്കുന്നു. പിന്നെ അത് എന്ത് ചെയ്യും, ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് വളരെ ബെനിഫിറ്റായിട്ടൊരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒരു ദിവസം നമ്മൾ 5 അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യനുമായി ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി ടാസ്കുകൾ ഉണ്ടാവും. ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളായിരിക്കും. ഈ ടോപ്പിക്കുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ആൻസർ എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനത് ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾ എഴുതിയത് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ നിർദ്ദേശങ്ങൾ തരും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ 5 or 6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ അറൗണ്ട് 40 to 45 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യും. ഇതിൽ ഈ 40 to 45 ക്വസ്റ്റ്യൻ്റെ നമുക്ക് 70 to 80% മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ലൈവ് സെഷൻ്റെ മാത്രമല്ല റെക്കോർഡ് സെഷനും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഉണ്ടായിരിക്കും. അതിനുശേഷം ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു essay ക്വസ്റ്റ്യന് essay ക്വസ്റ്റ്യന് പഠിക്കേണ്ട ഒരു 4-5 പോയിൻ്റ് അല്ലെങ്കിൽ 10 പോയിൻ്റ് മാത്രം ചുരുക്കിയിട്ടുള്ള ഒരു നോട്ട്. പിന്നെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ റെക്കോർഡഡ് ക്ലാസ്, ഈ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് സെഷൻ ഉണ്ടായിരിക്കും. ഇത്രയാണ് നമുക്ക് ഈ ക്രാഷ് കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ വീട്ടിപ്പരത്തിയ സമയം കളയുന്നില്ല. നമ്മൾ ഫീ ഡീറ്റെയിൽസ് പറയാം. ഇൻഡിവിജ്വലി നിങ്ങൾ കോഴ്സുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ MPC 1, 2, 3, 4 എന്നിവയ്ക്ക് 500 രൂപയാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഫീ 500 രൂപയായിരുന്നു, ഇപ്പോഴും 500 തന്നെയാണ്. MPC 005 റിസർച്ച് മെത്തേഡ് ആയതുകൊണ്ട് ഒരു 100 രൂപ കൂടുതലായിരിക്കും, 600 രൂപയാണ് നമ്മുടെ ഫീ വരിക.
സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റ് സബ്ജക്റ്റിനേക്കാളും കൂടുതൽ ക്ലാസ് വേണ്ടി വരും. പ്രോബ്ലം ആണ്, തിയറി ഉണ്ടാവും, പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ 1500 രൂപയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫീ വരുന്നത്. ഈ ഫീയിൽ ടോട്ടൽ ഇങ്ങനെ ഇൻഡിവിജ്വൽ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് 4100 രൂപയാണ് ടോട്ടൽ വരുന്നത്. പക്ഷേ നിങ്ങൾ ഒന്നിച്ച് കോഴ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 3499 രൂപയ്ക്ക് നമ്മളെ 6 കോഴ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യും അവൈലബിൾ ആയിരിക്കും. ഇതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് UGC നെറ്റിൻ്റെ ക്ലാസ്സുകളാണ്. നമ്മൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 40 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 45 ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ക്രാഷ് കോഴ്സിന് വേണ്ടി മാത്രമായിട്ടുണ്ടാവുക. അതിന് പുറമെ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഒരു 30 ക്ലാസ്സുകൾ UGC നെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ക്ലാസ്സുകൾ കൂടി ഉണ്ടായിരിക്കും. അടുത്ത മാസം UGC നെറ്റ് എക്സാമിന് വിളിക്കുന്നതായിരിക്കും. UGC നെറ്റ് ഡിഗ്രി PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ എഴുതാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ PG കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ JRF കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 45,000 പെർ മന്ത് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സ്കോളർഷിപ്പോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, PhD ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പല സ്ഥാപനങ്ങളിലും 30,000, 33,000, 35,000 രൂപയ്ക്ക് വില വരുന്ന വലിയ വലിയ കോഴ്സുകളാണ് അവൈലബിൾ ആകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു 30 ക്ലാസ്സസ്, പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞ് 2 സബ്ജക്റ്റുകൾ അതിനുണ്ടായിരിക്കും. പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും ഒരു 30 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകളായിരിക്കും. റെഗുലർ ക്ലാസ്സുകളാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നെറ്റ് ക്ലിയർ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ നെറ്റ് ക്ലിയർ ചെയ്യുന്നത് PYQ ഡിസ്കഷൻ്റെ ക്ലാസ്സുകളിലൂടെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ഒരു 40 to 45% ക്ലാസ് MA ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 30 ക്ലാസ് UGC നെറ്റിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അറൗണ്ട് 70 അല്ലെങ്കിൽ 75 ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പിന്നെ മറ്റൊരു സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് ആദ്യം ജോയിൻ ചെയ്യുന്ന 20 ആളുകൾക്ക് 2999 രൂപയ്ക്ക് എന്ത് ചെയ്യാം, കോഴ്സിന് ജോയിൻ ചെയ്യാം. ഒരു ക്ലാസ്സിന് ഏകദേശം നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 45 രൂപ, അറൗണ്ട് 45 രൂപ മാത്രമേ വരുള്ളൂ. ബൾക്ക് ഒരുപാട് ക്രാഷ് കോഴ്സ് നൽകുന്ന സ്ഥാപനങ്ങളുടെ ഫീസിൽ പല വ്യത്യാസങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഇത്ര അധികം ക്ലാസ്സുകൾ തരുന്ന സ്ഥാപനങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9947271356 എന്നതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. ഫീ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫീ ശരിക്കുള്ള ഫീ എന്ന് പറയുന്നത് 3499 രൂപയാണ്. എന്നാൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 20 പേർക്ക് 2999ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ് ഏകദേശം 45 രൂപ വരുള്ളൂ ഒരു ക്ലാസ്സിന്. അങ്ങനത്തെ 70 ക്ലാസ്സുകൾ, ഏകദേശം 70 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സാധാരണ നെറ്റിൻ്റെ 30 ക്ലാസ്സുകളും പ്ലസ് MAPCയുടെ 40 അല്ലെങ്കിൽ 45 ക്ലാസ്. ഈ 40 45 ഒന്നും പറയാൻ കാരണം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ്സുകൾ എത്ര വേണമെന്നത് അത് നിങ്ങളെ പ്രിപ്പറേഷൻ്റെ ബേസിലായിരിക്കും ഉണ്ടാവുക. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കും നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. മറ്റ് സബ്ജക്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ക്ലാസ്സിൽ നമ്മൾ 5 അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. MPC 001, 2, 3, 4, 5. 6ൽ തിയറി ക്ലാസ്സുകൾ നമ്മൾ 4 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ, അതായത് പ്രോബ്ലം ക്ലാസ്സുകൾ ഒരു ടോപ്പിക്കേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ അനോവ അല്ലെങ്കിൽ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയും ആ പ്രോബ്ലം ചെയ്യുകയും പിന്നെ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഒരു മണിക്കൂറിലധികം സമയമാവും. പിന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരണം. അപ്പോൾ അത് നമുക്ക് ഒരു ദിവസം ഒരു പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പേപ്പർ 1 MPC 006ന് ഇത്ര ഫീ വരുന്നത്. ഈ ഫീസ് ഇപ്പോൾ നിലവിലുള്ള ഫീ പ്രകാരമാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും 2999 രൂപ ആയതുകൊണ്ട് ഏകദേശം 500 രൂപ മാത്രമേ എല്ലാ പേപ്പറിനും ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓറിയൻറ്റേഷൻ സെഷനിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ക്ലാസ്സിൻ്റെ ടൈമിങ്സ് വൈകുന്നേരം 7:30 ആയിരിക്കും. 7:30 രാത്രി. അത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമയം നീട്ടി വെക്കാം. കാരണം ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്.
അപ്പോൾ അവർ പറഞ്ഞതുകൊണ്ടാണ് ഈവനിങ് സെഷൻ ആക്കുന്നത്. മോർണിംഗ് സെഷൻ ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ല എന്നൊരു പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഡ്യൂറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 7:30 to 8:30. ചിലപ്പോൾ 8:45 അല്ലെങ്കിൽ 9 o'clock വരെ പോവും. നമ്മൾ ആവറേജ് സമയം പറയുന്നത് 1 മണിക്കൂറാണ്. ആഴ്ചയിൽ ബുധനാഴ്ച ക്ലാസ് ഉണ്ടാവും, വെള്ളി, ശനി, ഞായർ 4 ദിവസം ഏതായാലും ക്ലാസ് ഉണ്ടായിരിക്കും. ഒരു അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാം, നിങ്ങൾ എക്സാം പാസ്സാവുന്നത് വരെ ഈ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് സെഷനും ഇതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ല. 6 സബ്ജക്റ്റുകളും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബേസിലാണ് കവർ ചെയ്യുക, യൂണിറ്റ് ബേസ്ഡ് അല്ല കവർ ചെയ്യുക. 6 ക്വസ്റ്റ്യനും 6 സബ്ജക്റ്റും നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ, അതായത് 200 ക്വസ്റ്റ്യൻസ് നമ്മൾ സോർട്ട് ചെയ്തെടുക്കുകയും അതിൽ 40 മുതൽ 50 ക്വസ്റ്റ്യൻസ് വരെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച 50 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ സോർട്ട് ചെയ്തെടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിലൂടെ എന്ത് ചെയ്യും, അത് കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് നമ്മൾ പ്രയോഗിച്ച് വരുന്നൊരു മെത്തേഡാണ്. അത് സക്സസ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നായിരിക്കും എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് ജനറേറ്റ് ചെയ്ത് വരിക. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇഗ്നോയുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഓരോ വർഷവും ആവർത്തിച്ച് വരിക. അപ്പോൾ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെ കേട്ടില്ല? അതെ, ഉണ്ടാവും. 2 നോട്ട് ഉണ്ടായിരിക്കും. 2 നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഡീറ്റെയിൽഡ് നോട്ടായിരിക്കും, അതായത് ക്വസ്റ്റ്യന് അതിൻ്റെ ആൻസർ, അതൊരു എസ്സേ മോഡലായിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ എസ്സേ ആൻസർ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ നോട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും. ഷോർട്ട് നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എക്സാമിൻ്റെ തൊട്ട് മുമ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്റ് വൈസ് നോട്ട്. അതിലൊരു 5-6 പോയിൻ്റ് ഉണ്ടാവും ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ടോപ്പിക്ക്. അതിൽ 5-6 അല്ലെങ്കിൽ 10 പോയിൻറ്റ്സ് വരുന്ന നോട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ 2 നോട്ടുകളാണ് ഉണ്ടാവുക. ഒന്ന് ഡീറ്റെയിൽ നോട്ട് ഉണ്ടായിരിക്കും, ഒന്ന് ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും. ഇത് രണ്ടും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇതിൻ്റെ ആക്സസ് ഉണ്ടായിരിക്കും. നെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഫ്രീ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. എങ്ങനെ? പേപ്പർ സെലക്ട് ചെയ്യാം. പേപ്പർ സെലക്ട് ചെയ്യുന്ന ഒരു മിനിറ്റ്. ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന ഫീ ഞാൻ പറഞ്ഞല്ലോ, 3499 രൂപയാണ് എല്ലാ സബ്ജക്റ്റുകളും എടുക്കുകയാണെങ്കിൽ വരുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ 20 ആളുകൾ, ഫസ്റ്റ് 20 ആളുകൾക്ക് 2999 ഇനി ഓരോന്ന് എടുക്കുകയാണെങ്കിൽ MPC 001, 2, 3, 4, 5 അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ 500 രൂപ ഈച്ചാണ് വരുന്നത്. റിസർച്ച് ആണെങ്കിൽ 600 രൂപ വരും. സ്റ്റാറ്റി ആണെങ്കിൽ 1500 രൂപ വരും. അപ്പോൾ ടോട്ടൽ ഈ സബ്ജക്റ്റ് എല്ലാം എടുക്കുമ്പോൾ ടോട്ടൽ 4100 രൂപ വരുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ നിങ്ങൾ ഒന്നിച്ചെടുക്കുന്നതായിരിക്കും. കാരണം നിങ്ങളെല്ലാ എക്സാമുകളും അടുത്ത ഡിസംബറിൽ എഴുതാനുള്ളതല്ലേ. പിന്നെ അടുത്ത ബാച്ച് ഇത് നിങ്ങളെ ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത വർഷം അടുത്ത ഡിസംബറിൽ ക്ലാസ്സുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെന്ത് ചെയ്യാം, റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് ലൈഫ് ടൈം അവൈലബിൾ ആണ്, നോട്ട്സ് ലൈഫ് ടൈം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അതെ. ഓക്കെ. മതിയാവും. ഈ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കഴിയും. ഞാൻ പറയുന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. എല്ലാ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യണം.
പിന്നെ ഞാൻ ഡെയിലി നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യും, വർക്ക് തരും, അത് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. അയച്ചു തരുന്ന അതിൻ്റെ റിപ്ലൈ ഞാൻ കൃത്യമായിട്ട് തരും. അങ്ങനെ ഞാൻ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഉണ്ട് ഉണ്ട് ഉണ്ട്. അല്ല, നിങ്ങൾക്ക് 4 വർഷമാണല്ലോ നിങ്ങൾക്ക് PG കംപ്ലീറ്റ് ചെയ്യാനുള്ള യൂണിവേഴ്സിറ്റി തരുന്ന സമയം. 4 വർഷം വരെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും. പിന്നെ ഇനി ഒരു ബാച്ച് വരാത്തത് കൊണ്ട് തന്നെ ഇനി ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. മാത്രമല്ല മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ഉണ്ടായിരിക്കും, പ്രശ്നമല്ല. ഇത് റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ 9947271356. അതെ, GPay നമ്പറാണ്. 50 എക്സാം ഉണ്ടാവുക. അസൈൻമെന്റ് അതിൽ നമുക്ക് 40% മാർക്കാണ് വേണ്ടത്. 40% മാർക്ക്, അതായത് 20 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തിയറിയിൽ ജയിക്കാൻ പറ്റും. അസൈൻമെൻറ്റ് പിന്നെ പ്രശ്നമില്ല, അവർ മാർക്ക് ഇട്ട് തരും, പ്രശ്നമൊന്നുമില്ല. അസൈൻമെൻറ്റ് നമ്മൾ കുറച്ച് എങ്ങനെ എഴുതി കഴിഞ്ഞാലും അവർ ഒരു പാസ്സാവാനുള്ള മാർക്ക് ഇട്ട് തരും. തിയറിയിലാണ് മാർക്ക് വാങ്ങേണ്ടത്. തിയറി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു എന്ന് കരുതി മാർക്ക് കിട്ടണമെന്നില്ല. അത് നമ്മളെങ്ങനെ കൃത്യമായിട്ട് സ്ട്രക്ചറായിട്ട് എഴുതുന്നു അതിനനുസരിച്ച് ആ മാർക്ക് കിട്ടുള്ളൂ. പിന്നെ ഇഗ്നോ എന്ന് പറഞ്ഞാൽ മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെയല്ല, അവരെന്ത് ചെയ്യും, നല്ല സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആയിരിക്കും. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി ഫലിപ്പിക്കാൻ കൂടെ പഠിക്കണം, എന്നാലേ കൃത്യമായിട്ട് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് പാസ് മാർക്ക് 50ലാണ് മാർക്ക് ഉണ്ടാവുക. 20 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പാസ്സാവും. അതായത് 40% ആണ്. 40% ആണ് നമ്മുടെ പാസ് മാർക്ക് വരുന്നത്. ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഈ ഗൂഗിൾ പേ നമ്പറിൽ പേയ്മെൻറ്റ് അയക്കാവുന്നതാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം? ഞാനിപ്പോൾ സൗദിയിലാണ് ഉള്ളത്. ഇവിടെ 6 o'clock അവിടെ 8:30 വരും. ആ സമയത്താണ് നമുക്ക് ഡ്യൂട്ടി ഫിനിഷ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എത്ര മണിക്കാണ്? 8 മണിക്കാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? 8:30 പറ്റുമോ? 8:30 ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. മറ്റ് സ്റ്റുഡൻസിനോടൊക്കെ ഒന്ന് ചോദിച്ച് ഫീഡ്ബാക്ക് എടുത്തിട്ട് പറയാം. ഓക്കെ. പിന്നെ വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് 8:30 ആക്കാം. 8:30 8 മണിയാണെങ്കിലോ? 8 മണിയാണെങ്കിലോ? ഓക്കെ, 8 മണിയാക്കാം. ഓക്കെ, എനിക്ക് എപ്പോഴും ഫ്രീ ആണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആണ്. നിങ്ങളെ സമയം വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ എത്ര സമയമാണ് പറയുന്നത് ആ സമയത്ത് നമുക്ക് ക്ലാസ് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കേട്ടില്ല? ഇപ്പോൾ കിട്ടും. എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫുൾ ടൈം ഞാൻ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ക്ലിയർ ചെയ്ത് തരും. ആ കാര്യത്തിലൊന്നും ടെൻഷനില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ 24 hours നിങ്ങൾക്ക് ആക്സസബിൾ ആയിരിക്കും. പിന്നെ ക്ലാസ് പറഞ്ഞോളൂ. അതായത് 4 വിഷയത്തിലുള്ള എക്സാം എഴുതി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഇനി കോഗ്നിറ്റീവ് സൈക്കോളജിയും സ്റ്റാറ്റിയും മാത്രമാണ് എക്സാം എഴുതാനുള്ളത്. ഓക്കെ. അപ്പൊ ഞാൻ ഇതുവരെ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റിന്റെ റിസൾട്ട് നോക്കുമ്പോൾ
നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അത് അവർ വെരിഫൈ ചെയ്തിട്ടുണ്ടാവില്ല, അയച്ചിട്ടുണ്ടാവും, അവർ വെരിഫൈ ചെയ്യാൻ സമയം എടുക്കുന്നുണ്ടാവും. അതങ്ങനെ തന്നെ ഇഗ്നോല. ഞാൻ അടുത്ത എക്സാം എഴുതുമ്പോൾ എനിക്ക് അസൈൻമെന്റിന്റെ മാർക്ക് കൂടി അതിൽ ആഡ് ചെയ്തിട്ട് വേണം. അത് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതല്ലേ, മാർക്ക് വരാത്ത പ്രശ്നമില്ല, അത് കുഴപ്പമില്ല. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. അതങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് JDTയിൽ കുറേ ഡിലേ ആയിട്ടാണ് വരിക. സാധാരണഗതി അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. JDT പൊതുവേ നല്ല ഡിലേ വരുന്നുണ്ട്. പ്രാക്ടിക്കലാണെങ്കിലും നല്ല ഡിലേ വരാറുണ്ട്. ഞാൻ മുമ്പ് JDTയിലായിരുന്നു പഠിച്ചത്. ഞങ്ങൾക്ക് ഏകദേശം പ്രാക്ടിക്കലൊക്കെ ഏകദേശം 1 വർഷം വരെ ഡിലേ വന്നിട്ടുണ്ട്. നമ്മൾ PG 2 വർഷത്തെ PG 3 വർഷം കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അത് കുട്ടികളുടെ എണ്ണം കൂടുതലായിരുന്നു. ഞാൻ പഠിച്ച സമയത്ത് ഏകദേശം 600ഓളം കുട്ടികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ, മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? സർ, തിയറിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അസൈൻമെന്റിനെ ചേർത്തിട്ട് എന്നാണ് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുക? റിസൾട്ട് കാണാൻ അത് യൂണിവേഴ്സിറ്റി നമുക്ക് ഒരു 2 മാസമൊക്കെ പറയാം. അത് നമുക്ക് ഏറ്റവും അതിനെക്കുറിച്ച് അറിയാം കോർഡിനേറ്റേഴ്സിനാണ്. നമ്മൾ ഇഗ്നോയുടെ JDTയിലൊരു കോർഡിനേറ്റർ ഉണ്ട്, നസീറ മാം എന്ന് പറയും. അവർക്കാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാം. കാരണം ഈ അസൈൻമെൻറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫാക്കൽറ്റീസിന് അയച്ചു കൊടുക്കുക ചെയ്യാം. ഇപ്പോൾ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റീൻ്റെ അസൈൻമെൻറ്റൊക്കെ ഞാൻ വെരിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ പേര് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അവർ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ വിളിച്ചിട്ട് ഇത്ര അസൈൻമെൻറ്റ് ഉണ്ട്, അത് നിങ്ങൾ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നിർദ്ദേശം തരുമ്പോൾ എനിക്ക് അസൈൻമെൻറ്റ് അയച്ചു തരിക ചെയ്യാം. അതേപോലെ തന്നെയാണ് ഇഗ്നോ, അങ്ങനെ തന്നെയാണ്. അവരുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അധ്യാപകർക്ക് എന്ത് ചെയ്യും, ഈ അസൈൻമെൻറ്റ് അയച്ചു കൊടുക്കും. അവരുടെ സമയം അനുസരിച്ച് അത് പരിശോധിച്ചിട്ട് സൈറ്റിൽ മാർക്ക് അപ്ലോഡ് ചെയ്യുക ചെയ്യാം. പ്രാക്ടിക്കൽ ആ സമയമാകുമ്പോൾ പറയാം. കാരണം പ്രാക്ടിക്കലിന് സമയം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. പ്രാക്ടിക്കൽ നിങ്ങളെ അറിയിക്കും. ആ സമയത്ത് അതിൻ്റെ സപ്പോർട്ട് തരാം. ഓക്കെ. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റുകൾ, 5 സൈക്കോമെട്രിക് ടെസ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് പ്രാക്ടിക്കൽ ക്ലാസ്സുകളല്ല. ക്ലാസ്സുകൾ JDT നിങ്ങൾക്ക് തരും. അതിൻ്റെ ബേസിൽ പ്രാക്ടിക്കൽ സെഷനുകളായിരിക്കും. അത് കുറച്ച് ഒരു ക്വസ്റ്റ്യനെയറാണ്. ആ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് നമ്മളൊരു ക്ലയൻറ്റിനെയും കൊണ്ട് നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സെഷന് വേണ്ടിയിട്ട് നമ്മളെ ഫാമിലിയിൽ ആരെങ്കിലും കൂട്ടി പോവുക. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അവരോട് ചോദിക്കുക. എന്നിട്ട് അതിൻ്റെ മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് ടോട്ടൽ ആഡ് ചെയ്തിട്ട് ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ ബേസിൽ നമ്മൾ എന്താണ് ഇവർക്കുള്ളത് നമ്മൾ പറയുക ചെയ്യാം. അത് നമുക്ക് ആ സമയത്ത് പറയാം, പ്രശ്നമൊന്നുമില്ല. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നുമല്ല. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല, പ്രാക്ടിക്കൽ നടക്കാൻ വൈകും. കാരണം നിങ്ങളെ സീനിയേഴ്സിൻ്റെ പ്രാക്ടിക്കൽ ഇതുവരെ നടന്നിട്ടില്ല. ഈ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. ഒരു ബാച്ചിൽ ഏകദേശം 300-400 കുട്ടികളുണ്ടാവും കഴിഞ്ഞ ബാച്ചിൽ. ഈ ബാച്ചിലുള്ള ഒരു ക്ലാസ് ഒരു വീക്കിൽ ഒരു 40 പേരെ ക്ലാസ്സേ നടക്കുള്ളൂ. അങ്ങനെ ഒരു 4 ആഴ്ചയോ 5 ആഴ്ചയോ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു മാസം സമയം നമുക്ക് പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതാനുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ വൈവയും പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്ക് എങ്ങനെയായാലും ഇപ്പോൾ നിലവിലുള്ള നിങ്ങളെ സീനിയേഴ്സിൻ്റെ കഴിയുമ്പോഴേക്ക് ഇങ്ങനെ മാർച്ചല്ല, അടുത്ത ഡിസംബർ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നിങ്ങളത് ഉണ്ടാവുള്ളൂ. അതിനെക്കുറിച്ച് നിങ്ങളെ ഗ്രൂപ്പിൽ നസീറ മാം അറിയിക്കും എപ്പോഴാണ് അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവുക. അത് ഗ്രൂപ്പാക്കിയിട്ട് നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികളെ ഒരു 40 പേരടങ്ങുന്ന ഗ്രൂപ്പാക്കിയിട്ട് അവർ ലിസ്റ്റ് ചെയ്യും. അവർ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, JDTയിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. 75% അറ്റൻഡൻസ് വേണം. ഇനി പല ആളുകളും നാട്ടിലുണ്ടാവില്ല, ഗൾഫിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാമിനോട് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡേറ്റ് മാറ്റാനൊക്കെ പറ്റും. ഞങ്ങളെ ബാച്ചിൽ കുറേ ആളുകൾ അങ്ങനെ ഗൾഫിൽ ഉണ്ടായിരുന്നു. ഡേറ്റ് മാറ്റിയിട്ട് പറഞ്ഞ സമയത്ത് വരാനൊക്കെ സാധിച്ചിരുന്നു.
ആ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് ആകുമോ? അല്ലല്ല, ആദ്യം നമ്മൾ MPC 001 കംപ്ലീറ്റ് ചെയ്യും, പിന്നെ 2, 3, 4, 5, 6 അങ്ങനെയാണ് ഉണ്ടാവുക. ഓരോ ദിവസത്തെ ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും, അതിൻ്റെ നോട്ട്സ് അപ്ലോഡ് ചെയ്യും, അതിൻ്റെ ഷോർട്ട് നോട്ടും അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ സൈറ്റിൽ കയറിയിട്ട് അത് കാണാൻ സാധിക്കും. നമ്മുടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെയാണ് സാർ പോസ്റ്റ് ചെയ്യുന്നത് അതോ? അത് നമ്മൾ വേറെ പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതിലാണ് നമ്മളെ ഡീറ്റെയിൽസൊക്കെ പറയാം. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വേറെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും, ആ ഗ്രൂപ്പിലാണ് നമ്മളെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവുക. നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പേഴ്സണലായിട്ട് പേയ്മെൻറ്റും പേഴ്സണലായിട്ട് അയച്ചാൽ മതി, ഡീറ്റെയിൽസ് പേഴ്സണലായിട്ട് പറയാം. ക്രാഷ് കോഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്, കാരണം ഇത് നിങ്ങളെ ലാസ്റ്റ് ബാച്ച് ആണല്ലോ. അപ്പോൾ ഇനി വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഡിസംബറിൽ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിലവിൽ ചിലപ്പോൾ ക്രാഷ് കോഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. അതെ, ഇല്ല, യൂണിവേഴ്സിറ്റി എങ്ങനെയായാലും എക്സ്റ്റെൻഡ് ചെയ്യൂല. അത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പഞ്ചായത്ത് ഇലക്ഷനോ അങ്ങനെ എന്തൊക്കെയോ വന്നിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 13-ാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിട്ട് അന്ന് മാറ്റിയിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിലല്ലേ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിന്ന്? അന്ന് മാറ്റിയിട്ടില്ല. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ മാത്രമല്ല, ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നും എഴുതാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഷ്യൂ ഉണ്ടാകുന്നതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞ് മാറ്റാൻ സാധ്യതയില്ല. അത് ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്കതൊരു ബെനിഫിറ്റാണ് സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് ജൂണിലും ഡിസംബറിലും ആയിരിക്കും ഈ എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിൽ ഈ ജൂൺ അല്ലെങ്കിൽ ഡിസംബർ കണക്കാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാട്ടിലേക്ക് വരാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ ചെയ്യാലോ, ചെയ്യാം. അതിനുള്ള അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. അത് നസീറ മാമിൻ്റെ നമ്പർ നിങ്ങൾ ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ? ഞാൻ നസീറ മാമിൻ്റെ നമ്പർ തരാം, എന്നെ പേഴ്സണലായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യും. അവർ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിലുള്ള അപ്ഡേറ്റ്സൊക്കെ അറിയാൻ പറ്റും. ഇനി അതല്ല, ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ എൻ്റെ സുഹൃത്ത് നമ്മളെ സ്റ്റുഡൻസിൻ്റെ ആരെങ്കിലും കയ്യിൽ ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് തരാം. അതാണ് കുറച്ചുകൂടി നല്ലത്. നസീറ മാമിനെ വിളിച്ചാൽ ഫോൺ എടുക്കാൻ സാധ്യത കുറവാണ്. എൻ്റെ പേഴ്സണൽ മൂപ്പത്തിരി ഫോൺ എടുക്കില്ല, നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോളേജ് അടക്കുന്ന സമയമായതുകൊണ്ടേ മൊത്തത്തിൽ നല്ല തിരക്കാണ്. ഇപ്പോൾ ഈ പ്രാക്ടിക്കലും ഇപ്പോൾ പുതിയ FIUGP ഒക്കെ വന്നപ്പോഴേ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല തിരക്കാണ്, എല്ലാവരും നല്ല തിരക്കാണ്. അതുകൊണ്ടായിരിക്കും. ക്ലാസ് നെക്സ്റ്റ് 7-ാം തീയതിയുടെയും 10-ാം തീയതിൻ്റെ ഇടയിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് ഒരു 7-ാം തീയതി 8-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി മാക്സിമം 10-ാം തീയതിക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. കഴിയും. നമുക്കൊരു മാസത്തെ 40 ദിവസത്തേക്ക് ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. 40 സെഷന് 45 സെഷനൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഏകദേശം ഒരു മെയ് 31 ആകുമ്പോഴേക്ക് നമ്മളെ ക്ലാസ്സുകൾ തീരും. സ്റ്റാറ്റ് അവസാനമായിരിക്കും ഉണ്ടാവുക. കാരണം പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിൻ്റെ തൊട്ട് മുമ്പ് പഠിക്കണതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് സ്റ്റാറ്റ് ലാസ്റ്റിക്ക് വെക്കും. അത് തീരും, പ്രശ്നമൊന്നുമില്ല. നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, ഇതിൻ്റെ കൂടെ എടുക്കുന്നതാവും നല്ലത്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും, നോട്ട്സും ഷോർട്ട് നോട്ട്സും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എഴുതാൻ സുഖമാണ്. മാത്രമല്ല ഫീല് വ്യത്യാസമുണ്ട്. ഓരോന്ന് എടുക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് കൂടുതലായിരിക്കും. ഒന്നിച്ചെടുക്കുമ്പോൾ 2999 രൂപയെ മാത്രമേ
ഒന്നിച്ചെടുക്കുമ്പോൾ ഉള്ളൂ. അപ്പോൾ ഫീൽ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ. മാത്രമല്ല നെറ്റിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നെറ്റ് ഇതിൻ്റെ കൂടെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കുകയും ചെയ്യാം. നെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന നമ്മൾ നെറ്റിൻ്റെ ഒരു കോച്ചിങ് സെൻറ്റർ കൂടിയാണ്. ദ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും നെറ്റിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സെൻറ്റർ ആണ്. അപ്പോൾ നമ്മൾ നിലവിലൊരു ബാച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് തുടങ്ങുകയല്ല നെറ്റിന് വേണ്ടിയിട്ട്. ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിൽ നിങ്ങൾക്ക് 30 ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഫീസ് സ്ട്രക്ചർ വരുന്നത് നമുക്ക് ഒരു മിനിറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ MPC 1, 2, 3, 4, 5 ഇതിനെല്ലാം ഓരോന്നിനും 500 രൂപയാണ് ഫീ വരുന്നത്. MPC 006-ന് 600 രൂപയും സ്റ്റാറ്റിക് 1500 രൂപയും വരും. അപ്പോൾ ടോട്ടൽ 4100 വരുന്നത്. ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ 3499 രൂപയാണ് വരുന്നത്. ആദ്യം ജോയിൻ ചെയ്യുന്ന 20 ആളുകൾക്ക് 2999 രൂപയ്ക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2999 രൂപയാണ് ഫീ വരാം. ഒരു ക്ലാസ്സിന് അത് വാട്സപ്പ് നമ്മളെ ഗൂഗിൾ പേ നമ്പറാണിത് 9947271356. ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി. ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പേര്, നിങ്ങളെ വാട്സപ്പ് നമ്പർ, അതുപോലെ തന്നെ നിങ്ങളെ ഇമെയിൽ ID കൂടി എന്ത് ചെയ്യണം, അയച്ചു തരണം. ഇമെയിൽ ID സ്ക്രീൻഷോട്ട്. ഇമെയിൽ ID അയക്കണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ IDയുടെ ഡീറ്റെയിൽസ് കൂടെ വേണ്ടി വരും. ഇനി അയക്കാത്തവർ ഞാൻ ചോദിക്കാം, പ്രശ്നമൊന്നുമില്ല. 271356 സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ. സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് അത് ഉദ്ദേശിച്ചത് സെക്കൻഡ് ഇയർ ബാച്ച് ആണോ? അത് ഈ ബാച്ച് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എഴുതാം. കിട്ടും. ഇത് നിങ്ങൾക്ക് ലൈഫ് ടൈം അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഇപ്പോൾ തന്നെയോ, ഇപ്പോൾ ക്ലാസ്സോ, ഈ വർഷമോ? അടുത്ത വർഷം ഉണ്ടായിരിക്കും. അടുത്ത വർഷം സെക്കൻഡ് ഇയർ ബാച്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഫസ്റ്റ് ബാച്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് ക്ലിനിക്കലും കൗൺസിലിങ്ങും ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. അത് വലിയ ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് ഇയറിലാണ് ഈ സ്റ്റാറ്റൊക്കെയാണ് നമുക്ക് ഒരാളെ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാൻ കഴിയാത്ത. മറ്റുള്ള ഭാഗങ്ങളൊക്കെ എളുപ്പമാണ്. ഏതായാലും എന്ത് ചെയ്യാം, ആ സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അറിയാനുണ്ടോ? PDF ആയിരിക്കും. എല്ലാം PDF ആയിരിക്കും. നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അത് ഓരോ വീഡിയോ ഉണ്ടായിരിക്കും. ഓരോ ക്ലാസ്സുകൾക്ക് അതിൻ്റേതായ PDF. ഇപ്പോൾ നാളെ നിങ്ങൾക്ക് 4, 5, 6 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 6 ടോപ്പിക്കിൻ്റെ PDF തരും. അതിൻ്റെ ഷോർട്ട് നോട്ടും തരും. 2 പ്രത്യേക PDF ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മുന്നോടിയായിട്ട് ഷോർട്ട് നോട്ട് പഠിക്കാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ PDF ആയിട്ട് അതും പ്രിഫർ ചെയ്യാം. പിന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ടാസ്ക് തരും. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തരും, അല്ലെങ്കിൽ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. അപ്പോൾ അതിലെന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇഗ്നോ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രിക്റ്റായിട്ട് വാല്യൂ ചെയ്യണമായതുകൊണ്ട് നമുക്ക് പഠിച്ച് പോയാൽ മാത്രം പോരാ, എഴുതി പഠിച്ച് പോകണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയില്ല. ഇഗ്നോ മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇഗ്നോൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇക്വലൻസിൻ്റെ ആവശ്യമില്ല. ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇക്വലൻസി ആവശ്യമില്ല. മറ്റേത് യൂണിവേഴ്സിറ്റി നിങ്ങൾ എവിടെ പഠിച്ചാലും നമുക്ക് വേറെ സ്റ്റേറ്റിൽ പോകുമ്പോൾ ഇക്വലൻസി വേണം. ഇത് ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്, ഇക്വലൻസി ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി അതിലുണ്ടാവും. കണ്ടൻറ്റും നല്ലതാണ്. ഏത് സബ്ജക്റ്റാണെങ്കിൽ നെറ്റിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്ന ഈ മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ നെറ്റ് കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ക്ലാസ്സും നെറ്റും വെച്ചിട്ട് നെറ്റിൻ്റെ പേപ്പർ 1, പേപ്പർ 2 ക്ലാസ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് കൂടെ ക്ലിയർ ചെയ്യാം. നെറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നെറ്റ് മൈനസ് മാർക്കില്ല.
ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നെറ്റും JRF കൂടെ ഇതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും. കേട്ടില്ല? അല്ല, അത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം തരും. നിങ്ങളൊരു നോട്ടോ അല്ലെങ്കിൽ A4 എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ടാസ്ക് അതെ നമ്മളെ ക്വസ്റ്റ്യനുമായി ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് ഒരു essay ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ essay ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് എഴുതുക, അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സജഷൻ തരാൻ വേണ്ടിയിട്ടും എഴുതുന്ന രീതികൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, മറ്റാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? സാർ ഈ ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്ലാസ് എങ്ങനെ കിട്ടുക? അത് നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിലും ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ യൂട്യൂബ് ലിങ്കും നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ഉണ്ടായിരിക്കും. ലൈഫ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഗ്നോയിൽ നിങ്ങൾക്ക് 4 ഇയർ ആണല്ലോ സമയമുള്ളത്. 4 ഇയർ കൊണ്ട് നിങ്ങൾക്ക് തീർത്താൽ മതി. അപ്പോൾ ഈ 4 ഇയറിൻ്റെ ആക്സസ് ഇതിൽ കിട്ടും. 4 ഇയർ മാത്രമേ നിങ്ങൾക്ക് ലൈഫ് ടൈം തന്നെ ഇതിലുണ്ടാവും. നമ്മൾ ലിങ്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. നോട്ട്സും ആക്സസ് ചെയ്യാം, ക്ലാസ്സും ആക്സസ് ചെയ്യാം, അതിൻ്റെ ഷോർട്ട് നോട്ടും ആക്സസ് ചെയ്യാം. നിലവിൽ നമ്മൾ 3 കാര്യങ്ങളാണ് തരുന്നത്. ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് സെഷൻ 1, പിന്നെ ഡീറ്റെയിൽ നോട്ട്, രണ്ടാമത് ഷോർട്ട് നോട്ട്. ഡീറ്റെയിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കും അതിൻ്റെ എല്ലാ വശവും ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽ നോട്ട്. അതൊരു essay എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള നോട്ടായിരിക്കും. രണ്ടാമത്തത് ഈ essay നോട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഷോർട്ട് ഫോം, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം വരുന്ന പോയിന്റ്. അത് എക്സാമിന് മുന്നോടി നിങ്ങൾക്ക് വായിക്കാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ റെഡി ആയില്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? അതായത് നമ്മൾ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ് 1, പിന്നെ ഡീറ്റെയിൽ നോട്ട് ഉണ്ടാവും. ഡീറ്റെയിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു essay ആയിരിക്കും. നിങ്ങൾക്ക് essay രൂപത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് തരും. പിന്നെ ഷോർട്ട് നോട്ട് തരും. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ഈ essay നോട്ടിൻ്റെ ബ്രീഫായിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കും. ഒരു 10 പോയിൻ്റ് അല്ലെങ്കിൽ 8 പോയിൻ്റ് ഒക്കെ വരുന്ന കണ്ടൻ്റ് ആയിരിക്കും. ഡീറ്റെയിൽ നോട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഷോർട്ട് നോട്ട് മാത്രം പ്രിൻ്റ് എടുക്കാം, മറ്റുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോണിൽ വായിക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. മറ്റെന്തെങ്കിലും സംശയങ്ങൾ? ദിവസങ്ങൾ ബുധനാഴ്ച ഉണ്ടായിരിക്കും, വെള്ളിയാഴ്ച ഉണ്ടായിരിക്കും, ശനിയാഴ്ച ഉണ്ടായിരിക്കും, ഞായറാഴ്ച ഉണ്ടായിരിക്കും. 4 ദിവസം എങ്ങനെ ആയാലും ഉണ്ടായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, ഞാൻ ആ സമയത്തേക്ക് മാറ്റി വെക്കും. നമുക്ക് ഏകദേശം മെയ് 31 ആകുമ്പോഴേക്കും നമ്മളെ ക്ലാസ് ഫുള്ള് തീരും. പിന്നെ ഈ നെറ്റിൻ്റെ സാധ്യത കുറവാണ്. ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എല്ലാ വർഷവും അങ്ങനെ കാണാറ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന എക്സാം 6, 7, 8, 9, 10, 11, 12 അങ്ങനെ കണ്ടിന്യൂസ് ആയിരുന്നു. അതൊരു കണക്കിന് നിങ്ങൾക്ക് ബെനിഫിറ്റാണ്. കണ്ടിന്യൂസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ അത്ര സമയമൊന്നും എടുക്കില്ല. ഒരു സബ്ജക്റ്റ് നമുക്കൊരു 4 ദിവസം കൊണ്ടൊക്കെ പഠിച്ച് തീർക്കാവുന്നതാണ്. 4-5 ദിവസം കൊണ്ടൊക്കെ നമുക്ക് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റാറ്റി മാത്രം നമുക്ക് കുറച്ച് സമയം എടുക്കും. കാരണം അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ഞാനൊരു ക്ലാസ് എടുത്ത് നിങ്ങൾക്കത് പറഞ്ഞു തന്ന് നിങ്ങളത് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നൊക്കെ സമയം എടുക്കും. മറ്റുള്ളതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാം. ടാസ്ക് കൃത്യമായിട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് എഴുതി അയക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നതാണ്. ഒന്നിച്ച് ജോയിൻ ചെയ്യുമ്പോൾ 2999 രൂപയെ വരുള്ളൂ. മറ്റേത് ഓരോന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 4000-ലധികം പേയ്മെൻറ്റ് വരും. മാത്രമല്ല ഇനി സെഷൻസ് വരാൻ സാധ്യത, നിങ്ങളെ ലാസ്റ്റ് ബാച്ച് ആണല്ലോ. അപ്പോൾ ഇനി ഒരു പുതിയ
ഓറിയൻറ്റേഷൻ അതായത് ക്രാഷ് കോഴ്സിന് ഓഫർ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം സ്റ്റുഡൻസ് അവൈലബിൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇനി സെക്കൻഡ് ഇയറിൻ്റെ ക്രാഷ് കോഴ്സ് മാത്രമേ അടുത്ത വർഷം ഉണ്ടായിരിക്കുള്ളൂ. ഹലോ സർ, ഈ സ്റ്റാറ്റ്സ് ഇല്ലാതെ എടുക്കുമ്പോ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? അത് നിങ്ങൾ എന്നെ 1, 3, 4, 5 അത് നിങ്ങൾ എന്നെ ഒന്നിച്ചുണ്ടോ? പേഴ്സണലായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യും കേട്ടോ. ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. മറ്റെന്തെങ്കിലും സംശയങ്ങൾ? അപ്പോൾ നമ്മുടെ സെഷന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മളെ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.